ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽപ്പെട്ട കിങ്ഡം ഫഞ്ചൈ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കിങ്ഡം ഫഞ്ചൈയെ കുറിച്ചുള്ള മുഴുവൻ വിവരണങ്ങളും നമ്മൾ ഈ നൽകിയിരിക്കുന്ന ഈ 5 കോളങ്ങളിലായിട്ട് പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ചുരുക്കി വിവരിച്ച ഒരു കൺസെപ്റ്റ് മാപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള മുഴുവൻ കിങ്ഡം ഫഞ്ചൈയെ കുറിച്ചുള്ള മുഴുവൻ വിവരണവും നമുക്ക് ലഭിക്കും. അപ്പൊ ആദ്യമായിട്ട് വലിയ ഒരു കോളത്തിൽ കിങ്ഡം ഫഞ്ചൈയുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിങ്ഡം ഫഞ്ചൈയുടെ 5 പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കിങ്ഡം ഫഞ്ചൈയിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡുകൾ, അതിൽപ്പെട്ട സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നിങ്ങനെയുള്ള മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ 4 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. 4 കോളങ്ങളിൽ നൽകിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ തരങ്ങളിൽപ്പെട്ട കിങ്ഡം ഫഞ്ചൈയിലെ ജീവികളെ കുറിച്ചാണ്. കിങ്ഡം ഫഞ്ചൈയിൽ ഉൾപ്പെട്ട 4 ജീവികളെ കുറിച്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് അവയുടെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിങ്ഡം ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ കിങ്ഡം ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് 5 വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ആദ്യത്തെ വിവരണം നമ്മൾ നോക്കുമ്പോൾ ദേ ആർ അക്ലോറോഫില്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദേ ആർ അക്ലോറോഫില്ലസ്, അവകൾ എന്താണ്? ക്ലോറോഫില്ലുകൾ ഇല്ലാത്തവയാകുന്നു. ഹെറ്ററോട്രോപിക്, അവകൾ ഹെറ്ററോട്രോപിക് ആണ്, അതായത് ഭക്ഷണത്തിന് വേണ്ടി മറ്റു ജീവികളെ ആശ്രയിക്കുന്നവരാണ്. പിന്നെ സ്പോർ ഫോമിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പോർ ഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷന് വേണ്ടി സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നവയാകുന്നു. നോൺ വാസ്കുലാർ യൂക്യാരിയോട്ടിക് ഓർഗാനിസം. നോൺ വാസ്കുലാർ എന്ന് പറഞ്ഞാൽ അതിൽ സൈലവും ഫ്ലോയവും ഉണ്ടാവുകയില്ല. പിന്നെയോ യൂക്യാരിയോട്ടിക് ഓർഗാനിസം എന്ന് കൊടുത്തിട്ടുണ്ട്. യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രോക്യാരിയോട്ടിക്, യൂക്യാരിയോട്ടിക് ഇങ്ങനെ 2 വിഭാഗം സെല്ലുകളുണ്ട്. ഇതിൽപ്പെട്ട സെല്ലുകളൊക്കെ യൂക്യാരിയോട്ടിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം കിങ്ഡം ഫഞ്ചൈയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിവരണത്തിൽ നമുക്ക് പറയാനുള്ളത് 5 കാര്യങ്ങളാണ്. ദേ ആർ അക്ലോറോഫില്ലസ്, ക്ലോറോഫില്ലുകൾ ഇല്ലാത്തവയാകുന്നു. ഹെറ്ററോട്രോപിക് ആണ്, ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്. പിന്നെ സ്പോർ ഫോമിംഗ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് സ്പോറുകളെ നിർമ്മിക്കുന്നവയാകുന്നു. പിന്നെ നോൺ വാസ്കുലാർ ആണ്, വാസ്കുലാർ ടിഷ്യൂസ് ആകുന്ന സൈലം, ഫ്ലോയം എന്നിവയൊന്നും ഇല്ലാത്തവയാകുന്നു. പിന്നെ യൂക്യാരിയോട്ടിക് ഓർഗാനിസം ആകുന്നു. ഇങ്ങനെ 5 കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു പോയിന്റ് ആണ് ആദ്യമായിട്ട് കിങ്ഡം ഫഞ്ചൈയെ കുറിച്ച് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കിങ്ഡം ഫഞ്ചൈയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് സെൽ വാൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ഓർ ഫംഗൽ സെല്ലുലോസ്. ഈ പറയപ്പെടുന്ന കിങ്ഡം ഫഞ്ചൈയിൽപ്പെട്ട ജീവികൾക്ക് സെൽ വാൾ ഉണ്ടാകും. പക്ഷെ അവയുടെ സെൽ വാൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 2 മെറ്റീരിയലുകൾ കൊണ്ടാണ്. ഒന്നാമത്തതായിട്ട് കൈറ്റിൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫംഗൽ സെല്ലുലോസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടായിരിക്കാം. ഈ രണ്ടാലൊരു വസ്തു കൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത് റിസർവ്ഡ് ഫുഡ് ഈസ് ഗ്ലൈക്കോജൻ. ഈ കിങ്ഡം ഫഞ്ചൈയിൽപ്പെട്ട ജീവികളിൽ ഫുഡ് റിസർവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫുഡിനെ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. നാലാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് സാപ്രോഫൈറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന രീതി, എങ്ങനെയാണ് ഭക്ഷണം സ്വീകരിക്കുന്നത് എന്നർത്ഥം. അത് പിന്നെ സാപ്രോഫൈറ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവങ്ങളെ ഭക്ഷിക്കുന്നവ, അതായത് മറ്റൊരു ജീവി നശിച്ചു പോകുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളെ ഭക്ഷിച്ച് ജീവിക്കുന്നവ എന്നർത്ഥം. അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിരിക്കും. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള മറ്റൊരു ജീവിയിൽ നിന്ന് അതിന്റെ ശരീരത്തിലുള്ള പോഷകങ്ങളെ വലിച്ചെടുക്കുന്ന ജീവികൾ. ഉദാഹരണം നമ്മളെ പേനൊക്കെ ജീവിക്കുന്നത് പോലെ കിങ്ഡം ഫഞ്ചൈയിൽപ്പെട്ട ചില ജീവികൾ അങ്ങനെ ജീവിക്കാറുണ്ട്. മറ്റു ജീവികളിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് ജീവിക്കും. പിന്നെ മറ്റൊരു വിഭാഗമുള്ളത് സിംബയോട്ടിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ നൽകുന്നുണ്ട്. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരു ജീവിയുമായിട്ടൊരു സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാക്കും. അതായത് മറ്റൊരു ജീവിയുടെ സഹകരണത്തോടു കൂടി ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നവ. അതായത് മറ്റൊരു ജീവിയും ഈ ജീവിയും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും? ഭക്ഷണത്തിന്റെ പ്രക്രിയകളിൽ ഏർപ്പെടും. കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ അങ്ങനെ സിംബയോട്ടിക് അസോസിയേഷന്റെ രൂപത്തിൽ എന്ത് ചെയ്യും?
ഭക്ഷണങ്ങളെ നിർമ്മിക്കുന്ന ജീവികൾ എന്നിങ്ങനെ നാലാമത്തെ വിഭാഗമായിട്ട് അതിന്റെ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ന്യൂട്രീഷന്റെ 3 രൂപങ്ങൾ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഇനി അഞ്ചാമത്തെ പ്രത്യേകത, കിങ്ഡം ഫഞ്ചിയുടെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ മേ ബി വെജിറ്റേറ്റീവ്. അതിലുണ്ടാവുന്ന റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതിൽപ്പെട്ട ഓരോന്നിനെ കുറിച്ച് നമ്മൾ വിവരിക്കുകയാണ്. റീപ്രൊഡക്ഷൻ മേ ബി വെജിറ്റേറ്റീവ്, അതിന്റെ റീപ്രൊഡക്ഷൻ ചിലപ്പോൾ എന്തായിരിക്കും, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയിരിക്കും. അങ്ങനെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കാം, ഫിഷൻ വഴി റീപ്രൊഡക്ഷൻ നടക്കാം, ബഡ്ഡിങ് വഴി റീപ്രൊഡക്ഷൻ നടക്കാം. ഓക്കെ, ഇനി അതിൽ മറ്റൊരു രൂപത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉള്ളത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതായത് കൊണീഡിയ എന്ന് പറയുന്നത് അതിന്റെ സെല്ലുകൾക്ക് പറയുന്ന പേരാണ്. ഈ കൊണീഡിയ എന്ന് പറയുന്ന സെല്ലുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു, പുതിയ ജീവിയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോ സ്പോർസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഉണ്ടാവാം, അല്ലെങ്കിൽ സൂസ്പോർസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ എന്ത് ചെയ്യാം, ഈ പറയപ്പെടുന്ന കിങ്ഡം ഫഞ്ചിയിലെ ചില ജീവികളുടെ റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണീഡിയ എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ്. കൊണീഡിയ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബാസിഡോസ്പോർസ് എന്നിവയുടെ സഹായത്തോടു കൂടെയാണ്. അതുപോലെ പറയുന്നുണ്ട്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതില് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാനുണ്ടാവും. അതായത് ഈ സെക്ഷൽ റീപ്രൊഡക്ഷന് 3 പ്രധാന സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്ലാസ്മോഗമി എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അത് ഫ്യൂഷൻ ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ ഗ്യാമീറ്റ്സ്. ആദ്യമായിട്ട് ഒരു മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യും. അവയുടെ സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ടും കൂടി ചേർന്ന് ഒരു സെല്ലായിട്ട് മാറും. ഇനി അടുത്ത സ്റ്റെപ്പ് ഉള്ളത് കാരിയോഗമി എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. കാരിയോഗമി എന്ന് പറഞ്ഞാൽ ആദ്യം സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ആവും എന്ന് പറഞ്ഞല്ലോ, അത് പ്ലാസ്മോഗമി എന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് ഈ സെല്ലിൽ രണ്ടിലും ഉണ്ടായിരുന്ന മെയിൽ ഗ്യാമീറ്റിലും അതോടൊപ്പം തന്നെ ഫീമെയിൽ ഗ്യാമീറ്റിലും ഉണ്ടായിരുന്ന ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ആകും. അതിനാണ് കാരിയോഗമി എന്ന് പറയാം. ഇനി അപ്പം ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ആകുമ്പോൾ അവിടെ ക്രോമസോമിന്റെ എണ്ണം എന്താവും, ഇരട്ടിയാവും അല്ലെ. അപ്പൊ ഈ ക്രോമസോമിന്റെ എണ്ണം ഇരട്ടിയായതിനു ശേഷം അവിടെ മിയോസിസ്, മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പം ഇങ്ങനെ ക്രോമസോമിന്റെ എണ്ണം ഇരട്ടിയായ ആ വലിയ കോശത്തിന് പറയുന്ന പേര് സൈഗോട്ട് എന്നായിരിക്കും. ഈ സൈഗോട്ട് ഇനി എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പില് മിയോസിസ് ഇൻ സൈഗോട്ട് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. ആ സൈഗോട്ടിന്റെ അകത്ത് ഒരു മിയോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. മിയോസിസ് നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു സെല്ല് വിഭജിച്ച് 4 എണ്ണമായി മാറും. അപ്പൊ അതിന്റെ ക്രോമസോമുകളുടെ എണ്ണം പകുതിയായി മാറും. അപ്പം ആ പ്രോസസ്സാണ് അടുത്ത് നടക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ക്രോമസോമുകളുടെ എണ്ണം പകുതിയായ 4 കോശങ്ങൾ അവിടെ ഉണ്ടായി വരും. അതായത് 4 ജീവികൾ അവിടെ ഉണ്ടായി വരും. അപ്പം ആ ജീവികളുടെയൊക്കെ ക്രോമസോമുകളുടെ എണ്ണം പകുതിയായതുകൊണ്ട് അവർക്ക് ഹാപ്ലോയിഡ് സ്പോർസ് എന്ന് പേര് പറയും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം റീപ്രൊഡക്ഷൻ 3 രൂപത്തിലുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷന് പ്രധാനമായിട്ടും 3 പ്രധാന സ്റ്റെപ്പുകളും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോ കിങ്ഡം ഫഞ്ചിയുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള വിവരണം കഴിഞ്ഞു. അപ്പൊ ഇനി പറയാനുള്ളത് കിങ്ഡം ഫഞ്ചിയുടെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളെ കുറിച്ചാണ്. നമുക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. കിങ്ഡം ഫഞ്ചിയുടെ 4 വിഭാഗങ്ങളെ നമ്മൾ കോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നോക്കാം, ഒന്നാമതായിട്ടുള്ള വിഭാഗത്തിന്റെ പേര് ഫൈക്കോമൈസെറ്റ്സ് എന്നാണ്. കിങ്ഡം ഫഞ്ചിയിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഫൈക്കോമൈസെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. ദേ ആർ ഫൗണ്ട് ഇൻ അക്വാട്ടിക് ഹാബിറ്റേറ്റ് എന്ന് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ഫൈക്കോമൈസെറ്റ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദേ ആർ ഫൗണ്ട് ഇൻ അക്വാട്ടിക് ഹാബിറ്റേറ്റ്. ഈ ഫൈക്കോമൈസെറ്റുകൾ കാണപ്പെടുന്നത് അക്വാട്ടിക് ഹാബിറ്റേറ്റിലാണ്. ആൻഡ് ഓൺ ഡീക്കേയിങ് വുഡ്സ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസ്. മോയിസ്റ്റ് ആൻഡ് ഡാം പ്ലേസസ് പറഞ്ഞാൽ നനവുള്ള പ്രദേശങ്ങൾ എന്നർത്ഥട്ടോ. നനവുള്ള പ്രദേശങ്ങളിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന, ചീഞ്ഞുകൊണ്ടിരിക്കുന്ന വുഡ് എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ മേലും എന്തുണ്ടാവാം, ഈ ഫൈക്കോമൈസെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം കാണപ്പെടാറുണ്ട്. അതായത് ഒന്നുകിൽ ഇവയെ കാണപ്പെടുന്നത് അക്വാട്ടിക് ഹാബിറ്റേറ്റിലായിരിക്കും, ജലമുള്ള പ്രദേശങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള സ്ഥലങ്ങൾ. അവിടെ കാണപ്പെടുന്ന ചില സസ്യങ്ങളൊക്കെ ചീഞ്ഞു പോകുമ്പോൾ അതിന്റെ മുകളിലും എന്ത് ചെയ്യും, ഈ ഫൈക്കോമൈസെറ്റ്സുകളെ കാണപ്പെടാൻ വേണ്ടി പറ്റും.
ഫൈക്കോമൈസെറ്റിന്റെ രണ്ടാമത്തെ പ്രത്യേകത നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് പിന്നെ സീനോസൈറ്റിക്. ഓക്കെ, മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിങ്ഡം ഫഞ്ചയിൽപ്പെട്ട ഫൈക്കോമൈസെറ്റ്സ് എന്ന് പറയുന്ന ജീവികളുടെ പ്രത്യേകത, അവകൾക്ക് വലിയൊരു കുഴല് പോലെയായിരിക്കും കാണപ്പെടുക. കുറെ കോശങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ കോശങ്ങളൊന്നും പരസ്പരം വാള് വെച്ച് വിഭജിച്ചിട്ടുണ്ടാവില്ല. അതായത് ഒറ്റ കോശത്തിന്റെ അകത്ത് തന്നെ കുറെ ന്യൂക്ലിയസ് കാണപ്പെടുന്ന രൂപത്തിലായിരിക്കും കാണപ്പെടുക. അത് കുഴല് പോലെയായിരിക്കും അതിന്റെ ശരീരഭാഗങ്ങൾ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഒരു കുഴല് പോലെയുള്ള ശരീരഭാഗം, അതിലെന്ത് ചെയ്യുന്നു, അതിൽ പല സ്ഥലത്തായിട്ട് ന്യൂക്ലിയസ് കാണപ്പെടുന്നു. അങ്ങനെ പരസ്പരം എന്ത് ചെയ്തിട്ടില്ല, അസെപ്റ്റേറ്റ് ആണ്, പരസ്പരം പിന്നെ സെല്ലുകളെ വേർതിരിക്കാത്ത ഈ അവസ്ഥക്കാണ് അസെപ്റ്റേറ്റ് എന്ന് പറയാം. പിന്നെ ആൻഡ് സീനോസൈറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സീനോസൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴല് പോലെയായി നിൽക്കുമ്പോൾ അതിന്റെ അകത്ത് ന്യൂക്ലിയസുകൾ എന്തായിരിക്കും, പല പല സ്ഥലത്ത് ഒരു കുഴലിന്റെ അകത്ത് തന്നെ ഒരുപാട് ന്യൂക്ലിയസുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സെല്ലിന്റെ അകത്ത് തന്നെ ഒരുപാട് ന്യൂക്ലിയസുകൾ ഉണ്ടാവണം. ഈ രീതിക്കാണ് എന്ത് പറയാ, സീനോസൈറ്റിക് എന്ന് പറയാം. അപ്പം ഫൈക്കോമൈസെറ്റ്സിന്റെ മൈസീലിയം എന്ന് പറയുന്നത് അസെപ്റ്റേറ്റ് ആയിരിക്കും. അസെപ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവകളുടെ കോശങ്ങൾക്കിടയിൽ ഒരു വിഭജനമൊന്നും ഉണ്ടാവൂല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അകത്ത് നിരവധിയായിട്ടുള്ള ന്യൂക്ലിയസുകൾ ഉണ്ടാവും. ഈ ന്യൂക്ലിയസുകളെല്ലാം ഒരുപാട് ന്യൂക്ലിയസുകളുള്ള ഈ അവസ്ഥക്ക് സീനോസൈറ്റിക് എന്ന് പറയും. ഇനി ഫൈക്കോമൈസെറ്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഉണ്ടാവുന്നത്. അത് പ്രധാനമായിട്ടും ബൈ സൂസ്പോർസ് എന്ന് പറയുന്ന സ്പോറുകൾ വഴിയാണ്. അത് മോട്ടയിലായിരിക്കും. ഇനി അപ്ലാനോസ്പോർസ് എന്ന് പറയുന്ന സ്പോറുകൾ വഴിയും ഉണ്ടാവാറുണ്ട്. ആ അപ്ലാനോസ്പോർസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവകൾ നോൺ മോട്ടയിലാണ്. അപ്പം മോട്ടയിലായിട്ടുള്ള ഗാമീറ്റുകൾ വഴിയും അതോടൊപ്പം തന്നെ എന്തുണ്ടാവാം, നോൺ മോട്ടയിലായിട്ടുള്ളവ വഴിയും ഉണ്ടാവാം. മോട്ടയിലാണെങ്കിൽ അവയ്ക്ക് സൂസ്പോർസ് എന്ന് പറയും. ഇനി നോൺ മോട്ടയിലാണെങ്കിൽ അവക്ക് അപ്ലാനോസ്പോർസ് എന്ന് പറയും. ഇനി അടുത്തതായിട്ട് പറയുന്നത് അതിന്റെ എക്സാമ്പിളുകളാണ്, ഫൈക്കോമൈസെറ്റ്സിന്റെ വിവിധങ്ങളായ എക്സാമ്പിളുകൾ. ഒന്നാമത്തത് മ്യൂക്കസ്, രണ്ടാമത്തത് റൈസോപ്പസ്, മൂന്നാമത്തത് ആൽബുഗോ. ഇത്രയും പിന്നെ വസ്തുക്കളാണ് അതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇനി കിങ്ഡം ഫഞ്ചയിൽപ്പെട്ട രണ്ടാമത്തെ ഒരു ജീവിയെ നമ്മൾ പരിചയപ്പെടുന്ന എന്താണ്, ആസ്കോമൈസെറ്റ്സ് എന്ന് പറയുന്ന ജീവിയെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, ഫംഗസുകളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ടാമത്തെ ഒരു ജീവിയാണ് ആസ്കോമൈസെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം. അപ്പം അവയുടെ പ്രത്യേകത ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, മറ്റൊരു പേര് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്, സാക് ഫഞ്ചി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആസ്കോമൈസെറ്റ്സ് അവക്ക് മറ്റൊരു പേരുണ്ട്, സാക് ഫഞ്ചി എന്നും പേരുണ്ട്. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ദേ ആർ സാപ്രോഫൈറ്റിക്. ഓക്കെ, അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ആസ്കോമൈസെറ്റ്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവകൾ സാപ്രോഫൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അതായത് ശവങ്ങളെ ഭക്ഷിക്കുന്നവ, അതായത് മറ്റൊരു ജീവി നശിച്ച് ദ്രവിച്ചു പോകുമ്പോൾ അതിന്റെ ശരീരഭാഗങ്ങളെ ഭക്ഷിച്ചടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നാണ് അർത്ഥം. ഡീകമ്പോസേഴ്സ്, അതുകൊണ്ട് തന്നെ ഇവയെ കുറിച്ച് ഡീകമ്പോസേഴ്സ് എന്ന് പറയും, നശിപ്പിക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ പാരസൈറ്റിക്. ഓക്കെ, പാരസൈറ്റിക് ആയിട്ടും പ്രവർത്തിക്കാറുണ്ട്, അതായത് ജീവനുള്ള മറ്റൊരു ജീവിയിൽ ന്യൂട്രീഷൻ വലിച്ചെടുത്തുകൊണ്ടും ഈ ആസ്കോമൈസേഴ്സ് നിലനിൽക്കാറുണ്ട്. ഓർ പിന്നെ കോപ്രോഫില്ലസ്, ഗ്രോയിങ് ഓൺ ഡെഗ്, അതായത് എന്താണ്, ഡെങ്ക്, അതായത് ചാണകത്തിൽ അതുപോലെയുള്ള ഇതിലൊക്കെ വളരുന്ന ജീവികൾക്ക് എന്ത് പറയും, കോപ്രോഫില്ലസ് എന്നിവ പറയും. ഓക്കെ, ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂട്രീഷന്റെ പ്രത്യേകത ഒന്നുകിൽ സാപ്രോഫൈറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഡീകമ്പോസ് ആയിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിലോ പാരസൈറ്റിക് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ കോപ്രോഫില്ലസ് ആയിട്ട് പ്രവർത്തിക്കും. കോപ്രോഫില്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഓൺ ഡെങ്ക്, അതായത് എന്താണ്, ചാണകം പോലെയുള്ള വസ്തുക്കളിലൊക്കെ ആണ് അത് ജീവിക്കുക. ഓക്കെ, മൈസീലിയം ആൻഡ് ബ്രാഞ്ചഡ് ആൻഡ് പിന്നെ മൈസീലിയം ഈസ് ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ്, അങ്ങനെയാണ് വേണ്ടത്. ആൻഡ് എന്ന് കൊടുത്ത് മറ്റ് മൈസീലിയം ഈസ് ബ്രാഞ്ചഡ്. ഈ പറയപ്പെടുന്ന ആസ്കോമൈസെറ്റ്സിന്റെ രണ്ടാമത്തെ പ്രത്യേകത അവയുടെ മൈസീലിയം എന്തായിരിക്കും, ബ്രാഞ്ചഡ് ആയിരിക്കും, അതായത് നിരവധിയായിട്ടുള്ള ബ്രാഞ്ചുകൾ മൈസീലിയത്തിൽ ഉണ്ടാകും. ആൻഡ് സെപ്റ്റേറ്റ്. ഓക്കെ, മൈസീലിയത്തിൽ സെപ്റ്റേറ്റ് ആയിരിക്കും. സെപ്റ്റേറ്റ് പറഞ്ഞാൽ മൈസീലിയത്തിന്റെ അകത്ത് വിവിധങ്ങളായിട്ടുള്ള സെൽവാളുകൾ ഉണ്ടാകും എന്നർത്ഥം. അതായത് ഓരോ സെല്ലുകൾക്കിടയിലും പ്രത്യേകം സെൽവാളുകളായിട്ട് പല പല സെല്ലുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അസെക്ഷൽ സ്പോർസ് ആർ കൊണീഡിയ.
മൂന്നാമത്തെ പോയിന്റ് അറിയേണ്ടത് അസെക്ഷൽ സ്പോർസ് ആർ കൊണീഡിയ. ഇവയിലുണ്ടാവുന്ന അസെക്ഷൽ സ്പോർസിനെ, അതായത് ഈ പറയപ്പെട്ട ആസ്കോമൈസെറ്റ്സിന്റെ അകത്തുണ്ടാകുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്പോർസിന്റെ പേര് കൊണീഡിയ എന്നാകുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം അതിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതിന് സെക്ഷൽ സ്പോർസ് ആർ കോൾഡ് ആസ്കോസ്പോർസ്. അപ്പം സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയും ഇവകൾ എന്ത് ചെയ്യാറുണ്ട്, സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അവയുടെ പേര് ആസ്കോസ്പോർസ് എന്നാകുന്നു. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ടിംഗ് ബോഡി കാൾഡ് ആസ്കോസ്പോർസ്. ഓക്കെ, ഒരു ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഇൻസൈഡിലായിട്ടായിരിക്കും ഈ പറയപ്പെടുന്ന സെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. ഓക്കെ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഒരു ഫ്രൂട്ട് ബോഡി ഉണ്ടാകും, ഒരു ഫ്രൂട്ട് ഉണ്ടാകും. ആ ഫ്രൂട്ടിന്റെ അകത്തായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ സെക്ഷൽ സ്പോറുകൾ ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, അതോടൊപ്പം തന്നെ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് പറയുമ്പോൾ, അതായത് നമ്മളെ ആസ്കോമൈസെറ്റ്സ് എന്ന് പറയുന്ന ജീവിയുടെ ഉദാഹരണങ്ങൾ, ഒന്ന് ന്യൂറോസ്പോറ അല്ലെങ്കിൽ ആസ്പെർഗില്ലസ്, പിന്നെ ക്ലാബിസെപ്സ് എന്നിവയൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ന്യൂറോസ്പോറ, ആസ്പെർഗില്ലസ്, ക്ലാബിസെപ്സ് എന്നിവയൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളായിട്ട്, ആസ്കോമൈസെറ്റ്സിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അടുത്തത് ബാസിഡിയോമൈസെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പം കിങ്ഡം ഫഞ്ചയിൽപ്പെട്ട മൂന്നാമത്തെ വിഭാഗം ജീവിയാണ് ഇത്, ബാസിഡിയോമൈസെറ്റ്സ്. ദ മൈസീലിയം ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. അതിലുണ്ടാവുന്ന മൈസീലിയത്തിന്റെ പ്രത്യേകത അത് ബ്രാഞ്ച്ഡ് ആയിരിക്കും. മൈസീലിയത്തിൽ നിരവധിയായ ബ്രാഞ്ച് ഉണ്ടാവും. അതോടൊപ്പം തന്നെ സെപ്റ്റേറ്റ് ആയിരിക്കും. സെപ്റ്റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മൈസീലിയത്തിന്റെ അകത്ത് കുറെ സെൽവാളുകൾ കാണപ്പെടും. ഓക്കെ, ഇനി അതിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളാണ് പറയപ്പെടുന്നത്. ബാസിഡിയോമൈസെറ്റ്സിന്റെ റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയിരിക്കും നടക്കുന്നത് ബൈ ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഇനി രണ്ടാമതായിട്ട് അതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സ്പോർസ്, പിന്നെ അസെക്ഷൽ സ്പോർസ് ആർ നോട്ട് ഫൗണ്ട്. ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഇതിലെന്തില്ല, അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്പോറുകൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഇതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാറില്ല എന്നർത്ഥം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കും. ഇനി അടുത്തതായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ടു വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഫോമിംഗ് ബേസിഡിയം. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് എങ്കിൽ അത് നടക്കുന്നത് ബൈ ടു വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഫോമിംഗ് ബേസിഡിയം. രണ്ട് വെജിറ്റേറ്റീവ് സെല്ലുകളോ അല്ലെങ്കിൽ സൊമാറ്റിക് സെല്ലുകളോ ചേർന്ന് എന്ത് ചെയ്യും, ഒരു ബേസിഡിയം ആയിട്ട് മാറി പുതിയ ഒരു ജീവി ഉണ്ടാവുക എന്നുള്ള പ്രോസസ്സാണ് അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കാറുള്ളത്. ഇനി ബേസിഡിയോ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബേസിഡിയം ബൈ ഡെവലപ്പിംഗ് ഫ്രൂട്ടിംഗ് ബോഡി ഈസ് കാൾഡ് ബാസിഡിയോ കാർബ്സ്. അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ബേസിഡിയോ സ്പോർസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള സ്പോർസ് ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഇൻ ബേസിഡിയം, ബേസിഡിയം എന്ന് പറയുന്ന ഈ ജീവികളിൽ. ഓക്കെ, ആൻഡ് ബൈ ഡെവലപ്പിംഗ് എ ഫ്രൂട്ടിംഗ് ബോഡി. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഉണ്ടാവുന്നത് ബൈ ഡെവലപ്പിംഗ് എ ഫ്രൂട്ടിംഗ് ബോഡി, ഒരു ഫ്രൂട്ടിംഗ് ബോഡിയെ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ്. ആ ഫ്രൂട്ടിംഗ് ബോഡിക്ക് പറയുന്ന പേരാണ് ബാസിഡിയോ പിന്നെ കാർബ്സ്. ഒന്നുകൂടി പറയുമ്പോൾ ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ആദ്യം നടക്കുന്നത് രണ്ട് വെജിറ്റേറ്റീവ് സെല്ലുകൾ അല്ലെങ്കിൽ രണ്ട് സൊമാറ്റിക് സെല്ലുകൾ ചേർന്ന് ഒരു ബേസിഡിയം ഉണ്ടാകും. ഓക്കെ, ഇനി ഈ ബേസിഡിയത്തിന്റെ മുകളിൽ ഒരു ഫ്രൂട്ടിംഗ് ബോഡിയെ ഡെവലപ്പ് ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡിക്കാണ് ബേസിഡിയോ കാർബ്സ് എന്ന് പറയാം. ഈ ബേസിഡിയോ കാർബ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ബേസിഡിയോ സ്പോർസ് എന്ന് പറയുന്ന സ്പോറുകളെ നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് അവിടെ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ, ഓക്കെ, ഒന്നാമത്തത് അഗാരിക്കസ് ഒരു ഉദാഹരണമാകുന്നു. രണ്ടാമത്തത് അസ്റ്റിലാഗോ ഒരു ഉദാഹരണമാകുന്നു. പിന്നെ ഫുക്സീനിയ മറ്റൊരു ഉദാഹരണമാകുന്നു. ഇതൊക്കെ അതിന്റെ ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് ഡ്യൂട്ടീരിയോമൈസെറ്റ്സ്. കിങ്ഡം ഫഞ്ചയിൽപ്പെട്ട അവസാനത്തെ വിഭാഗമാണ് ഡ്യൂട്ടീരിയോമൈസെറ്റ്സ്. അവയുടെ പ്രത്യേകത അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്,
ഫഞ്ചൈ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഫഞ്ചൈ എന്നതിന് പ്രത്യേകം പേരും കൊടുത്തിട്ടുണ്ട്. ഓൺലി വെജിറ്റേറ്റീവ് ആൻഡ് അസെക്ഷൽ ഫേസ് ഈസ് നോൺ. അതില് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും മാത്രമേ കാണപ്പെടാറുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണപ്പെടാറ് ഇല്ല എന്നർത്ഥം. മൈസീലിയം ഈസ് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. ഇവിടെ പ്രത്യേകതയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ മൈസീലിയം എന്തായിരിക്കും? സെപ്റ്റേറ്റ് ആയിരിക്കും. സെപ്റ്റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ മൈസീലിയം വിവിധങ്ങളായ സെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ആൻഡ് ബ്രാഞ്ച്ഡ്, അതോടൊപ്പം തന്നെ ഈ മൈസീലിയത്തിന് പല പല ബ്രാഞ്ചുകൾ കാണപ്പെടും. ഓക്കെ, സം മെമ്പേഴ്സ് ആർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്. പക്ഷെ ഇനി പറയാൻ പോണത് ഇതിലുള്ള ചില മെമ്പേഴ്സിന്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബൈ സാപ്രോഫൈറ്റ്സ്, അവകൾ എന്തായിരിക്കും? സാപ്രോഫൈറ്റ്സുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മറ്റ് ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ന്യൂട്രീഷൻ കണ്ടെത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ പാരസൈറ്റുകളായിരിക്കും, അതായത് ജീവനുള്ള ഒരു മറ്റേ ജീവിയിൽ നിന്ന് ന്യൂട്രീഷൻ വലിച്ചെടുത്തുകൊണ്ടായിരിക്കും. ഉദാഹരണം ആൾട്ടനേറിയ ഒരു ഉദാഹരണമാണ്. രണ്ടാമതായിട്ട് ട്രൈക്കോഡെർമ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് കിങ്ഡം ഫഞ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ കിങ്ഡം ഫഞ്ചയെ കുറിച്ച് പറയുന്നത് ഇത്രയും വരുന്ന ഭാഗങ്ങളാണ്. അതിൽ ആദ്യം കിങ്ഡം ഫഞ്ചയെ കുറിച്ചുള്ള 5 വിവരണങ്ങൾ കൊടുക്കും. ഈ 5 വിവരണങ്ങൾക്ക് ശേഷം അതിലെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകതകൾ പറയും. അടുത്തതായിട്ട് കിങ്ഡം ഫഞ്ചയുടെ 4 വിഭാഗം ജീവികളെ കുറിച്ച് പരിചയപ്പെടുത്തും. അവയുടെ പ്രത്യേകതകളെ കുറിച്ച് പരിചയപ്പെടുത്തും. അവയുടെ വ്യത്യാസങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തും. അതോടുകൂടി കിങ്ഡം ഫഞ്ചയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ അവസാനിക്കണം. ഓക്കെ.